നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഗ്രൂമിംഗ് കിറ്റ് ആണ്. ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ റോയൽ 9-in-1 മെൻസ് ഗ്രൂമിംഗ് കിറ്റ് ആണിത്. അപ്പോൾ നിങ്ങൾ ഒരു ഗ്രൂമിംഗ് കിറ്റ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു യൂസ് ചെയ്തതിന്റെ എക്സ്പീരിയൻസോടെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാനായിട്ട് സാധിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം ഇതേപോലുള്ള ഒരുപാട് യൂസ്ഫുൾ പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ഞാൻ വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അഗാരോ റോയൽ 9-in-1 ഗ്രൂമിംഗ് കിറ്റ് റിസീവ് ആയത് ഇങ്ങനെ ഒരു ബോക്സിലാണ്. ബോക്സിന് മുകളിൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ടുണ്ട്. IPX7 വാട്ടർ പ്രൂഫ് ആണ്. ഒരു സിംഗിൾ റീചാർജിൽ 120 മിനിറ്റിന്റെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. 2 ഇയർ വാറന്റി ഉണ്ട്. ബോക്സിന്റെ പിറകെ സൈഡിലും കുറേയധികം ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ വാറന്റി കാർഡും യൂസർ മാനുവലും ലഭിക്കുന്നുണ്ട്. യൂസർ മാനുവലിൽ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്. മെറ്റൽ ബോഡിയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഗ്ലോസി ഫിനിഷിംഗും താഴെ നമ്മൾ കൈ പിടിക്കുന്ന ഒരു ഏരിയയിൽ മാറ്റ് ഫിനിഷിംഗും ആണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ മുകളിലായി അഗാരോയുടെ ബ്രാൻഡിംഗ് കാണാൻ സാധിക്കും. അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു പവർ ഓൺ ഓഫ് ബട്ടണും ലഭിക്കുന്നുണ്ട്. അതിനും താഴെയായിട്ട് ഒരു ചെറിയ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ബാറ്ററിയുടെ പെർസെന്റേജ് എത്രയാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബോട്ടം സൈഡിലായിട്ടാണ് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് നൽകിയിരിക്കുന്നത്. ഇത് നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ എടുക്കുമ്പോഴേ അത് മനസ്സിലാവും ഇത് മെറ്റൽ ബോഡിയാണ്. ചെറിയ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ഈ ബോക്സിലുള്ള മറ്റ് ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ടൈപ്പ് സി കേബിൾ ലഭിക്കുന്നുണ്ട്. ചാർജിംഗ് അഡാപ്റ്റർ ഇല്ല. ഏതെങ്കിലും ഒരു 5 വാട്ട്സിന്റെ അഡാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ചെറിയ ക്ലീനിങ് ബ്രഷ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രിമ്മറിന്റെ ബ്ലേഡ് അറ്റാച്ച്മെന്റും കോംബോ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ചെറിയ ബോട്ടിലിൽ ലൂബ്രിക്കന്റ് ഓയിലും ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ യൂണിറ്റ് ക്യാരി ചെയ്യാനുള്ള ഒരു ചെറിയ ക്യാരി പൗച്ചും കാണാൻ സാധിക്കും. 5 ഡിഫറെന്റ് സൈസിലുള്ള കോംബ്സ് ആണിത്. 0.5 mm മുതൽ 12 mm വരെയാണ് ഇതിന്റെ സൈസ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ 5 ഡിഫറെന്റ് അറ്റാച്ച്മെന്റ് ട്രിമ്മർ ബ്ലേഡുകളും നമുക്ക് ഈ ബോക്സിൽ ലഭിക്കുന്നുണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ബോഡി ട്രിമ്മർ ബ്ലേഡ് ആണ്. ഇത് ബോഡി ഷേവർ അറ്റാച്ച്മെന്റ് ആണ്. ഫുൾ ബോഡി ട്രിം ചെയ്യാനും ഷേവ് ചെയ്യാനും ഈ ഒരു അറ്റാച്ച്മെന്റ് ഉപയോഗിക്കാം. ഇത് നോസ് ആൻഡ് ഇയർ ട്രിമ്മർ ആണ്. മൂക്കിലെയും ചെവിയിലെയൊക്കെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ട്രിമ്മർ ഉപയോഗിക്കാം. അടുത്തത് പ്രസിഷൻ ട്രിമ്മർ ആണ്. ഇത് ഉപയോഗിച്ച് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ട്രിം ചെയ്യാനായിട്ട് സാധിക്കും. താടിയൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്രിമ്മർ വളരെ യൂസ്ഫുൾ ആവും. അടുത്തത് ഈ ബോക്സിലെ ഏറ്റവും ചെറിയ ട്രിമ്മർ ബ്ലേഡ് ആണ്. ട്രിമ്മിങ്ങിന് ശേഷം ഷേപ്പ് കൊടുക്കാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ ചെറിയ ട്രിമ്മർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഈ ബോക്സിലെ ഏറ്റവും വലിയ ട്രിമ്മർ ബ്ലേഡ് ആണ്. T ഷേപ്പ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഹെയർ കട്ടിങ്ങിനും ലോങ് ഹെയർ റിമൂവ് ചെയ്യാനും ഒക്കെയാണ് ഈ ഒരു ട്രിമ്മർ ബ്ലേഡ് ഉപയോഗിക്കുന്നത്. ബോക്സിൽ ലഭിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കോംസ് ഇതിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് വലുതും ചെറുതുമായിട്ടുള്ള ഹെയർ കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ട്രിമ്മർ ബ്ലേഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. മെയിൻ യൂണിറ്റിന്റെ ഹെഡിൽ ട്രിമ്മർ ബ്ലേഡ് ഇതേപോലെ പിടിച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാച്ച് ആകും. ഇനി ട്രിമ്മർ ബ്ലേഡ് ഊരിയെടുക്കാനായിട്ട് ഈ കാണുന്ന പോലെ പിടിച്ചതിന് ശേഷം ബ്ലേഡിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇത് ഡിറ്റാച്ച് ആവും. അതിനുശേഷം വേറെ ബ്ലേഡുകൾ നമുക്ക് മാറി അറ്റാച്ച് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്ന കോംസ് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ട്രിമ്മർ ബ്ലേഡിൽ കോംസ് ഇതേപോലെ വെച്ചതിന് ശേഷം ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇത് അറ്റാച്ച് ആവും. ഇനി നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാനായിട്ട് താഴെ നിന്ന് പതുക്കെ മുകളിലേക്ക് ഒന്ന് തള്ളി കഴിഞ്ഞാൽ ഇത് ഡിറ്റാച്ച് ആവുകയും ചെയ്യും. ബോക്സിനുള്ളിൽ ഇതേപോലെ ഒരു ട്രേയും ലഭിക്കുന്നുണ്ട്. കുറേയധികം ആക്സസറീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു ട്രേ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വേറൊരു ബ്രാൻഡിന്റെ ഒരു ട്രിമ്മറാണ്. പക്ഷേ അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മൾ ഈ താടിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ കൂടുതലും ട്രിമ്മർ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ ഒറ്റ ബ്ലേഡ് മാത്രമേ ഉള്ളൂ, ഒരു ട്രിമ്മർ ബ്ലേഡേ ഉള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ വരച്ച് വരണ്ടേ. അപ്പോൾ അത് ഈ ഒരു ട്രിമ്മറിലേക്ക് വന്നപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആയി. കാരണം ഒറ്റ ബ്ലേഡ് ആകുമ്പോൾ നമുക്ക് കുറച്ചധികം പരിമിതികളുണ്ട്. ഇതിൽ കുറേയധികം ബ്ലേഡുകളുണ്ട്. പല രീതിയിലുള്ളത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഡിസൈൻ ചെയ്ത് സൈഡൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൽ കുറേയധികം അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിലും ബ്രാൻഡ് ഒരു കോംപ്രമൈസും കാണിച്ചിട്ട് നല്ല ബിൽഡ് ക്വാളിറ്റി ഒരു പ്രൊഡക്റ്റിന് നൽകിയിട്ടുണ്ട്. ട്രിമ്മർ ബ്ലേഡുകളൊക്കെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ സെൽഫ് ഷാർപ്പനിങ് ബ്ലേഡുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് കമ്പനി ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. IPX7 ആണ്. വാട്ടർ റെസിസ്റ്റന്റ്, വാട്ടർ പ്രൂഫ് ആണ്. എന്നാലും വെള്ളത്തിലൊന്നും ഇടാൻ പോകണ്ട, ചിലപ്പം പണി കിട്ടാൻ സാധ്യതയുണ്ട്. സേഫ് ആയിട്ട് കുറച്ച് വെള്ളമൊന്നും വീണ പ്രശ്നമൊന്നും ഇല്ലാന്ന് ചുരുക്കം. ഞാൻ യൂസ് ചെയ്തിടത്തോളം ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ യൂസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കൂടുതൽ റിവ്യൂ പറയാനുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഒരു മാസത്തിന് ശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തരം കാര്യങ്ങളുള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുമെന്ന് വരുന്നു. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിരിക്കുന്ന ഷെയറോടെ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.